ഇതുവരെ ഞാൻ ഇന്ന് കാന്താരി കുരുമുളക് ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അതിനാവശ്യമായുള്ള കുരുമുളക്, കാന്താരി, പിഴുപുളി, ഉപ്പ്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി, ഇത്രയുമാണ്. ഇത് ചതച്ച് ഈ കല്ലിലിട്ട് ചതച്ച് വെളിച്ചെണ്ണ, കടുകൊന്നുമില്ലാതെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കുക. ഇപ്പം നമുക്ക് ഇത് ഞാൻ ഇടുകല്ലിലിട്ട് ചതയ്ക്കുക. ചതച്ച് കൊണ്ടുവരട്ടെ. ഞാൻ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചതഞ്ഞാൽ മതി, നല്ലതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി. എല്ലാം കൂടെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചീനിച്ചട്ടി വെച്ചു. അതിനകത്ത് വെളിച്ചെണ്ണയാണ് വേണ്ടിയത്. വെളിച്ചെണ്ണ ഒഴിച്ചു. കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇടുക. കടുക് വേണ്ട. വറ്റൽമുളക് ഈ ചതച്ച് വെച്ചത് നമുക്ക് അങ്ങോട്ട് ഇടാം. ചെറിയ തീയിൽ ഇട്ടാൽ മതിയേ. അതിൻ്റെ ഇട്ടാൽ ഉപ്പും ഇട്ടാണ് ഞാൻ ചതച്ചത്. നമുക്കിടയ്ക്ക് നോക്കാം ഉപ്പുണ്ടോ എന്ന്. ഇത് നമുക്ക് കപ്പയ്ക്കും ചോറിനും ദോശയ്ക്കും എല്ലാം നല്ല സ്വാദാ ഈ കാന്താരി കുരുമുളക് ചമ്മന്തി. ഇപ്പം 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 4-5 വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. എരിവ് ഒക്കെ കുറഞ്ഞിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഇതുവരെയും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കമൻറ്റും കൂട്ടുകാർ ചെയ്യണേ. ഇത് ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത്രയും വാടിയാൽ മതി. ഇതിപ്പം ഞാൻ വെളുത്തുള്ളിയും കൂടെ ചേർത്തതും കൊണ്ട് ചൂടാക്കുന്നത്. വെളുത്തുള്ളി നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ക്രാണം പോലെ തോന്നും. അതിനാണ് ഞാനിത് ചേർത്തത്. കൂട്ടുകാർ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിച്ച് നോക്ക്. നല്ല സ്വാദാണ്. ഇഷ്ടമുള്ളത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നാളെയും പുതിയ